ഹലോ ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 003/2026 അതാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുട്ടർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? ഓക്കെ, അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കേരള സമാചാരം, കേരളോൽപ്പത്തി, കേരള പഴമ, മലയാള ഭാഷാ വ്യാകരണം. ഏതായിരിക്കും ആൻസർ വരുന്നത്? കേരള സമാചാരം, അത് ഹെർമൻ ഗുട്ടർട്ടിൻ്റെ അല്ല. ഓക്കെ, അപ്പോൾ ഹെർമൻ ഗുട്ടർട്ടിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് നോക്കി വരാം. അതായത് നമുക്കറിയാം ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ, അതായത് ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹെർമൻ ഗുട്ടർട്ട് പ്രവർത്തിച്ചു വരുന്നത്. ഹെർമൻ ഗുട്ടർട്ടിൻ്റെ പ്രധാനമായിട്ടുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത് മലയാള ഭാഷാ വ്യാകരണം ഹെർമൻ ഗുട്ടർട്ടിൻ്റെയാണ് കേട്ടോ. മലയാള ഭാഷാ വ്യാകരണം 1859 മലയാള ഭാഷാ വ്യാകരണം 1859. പിന്നെ കേരള പഴമ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് കേട്ടോ. കേരള പഴമ എന്ന് പറയുന്നത്, കേരള പഴമ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. 1868 കേരള പഴമ പ്രസിദ്ധീകരിക്കുന്നത്, 1868. നെക്സ്റ്റ് മലയാള രാജ്യം, മലയാള രാജ്യം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൃതിയുണ്ട്. 1869 അത് പ്രസിദ്ധീകരിക്കുന്നത്. മലയാള രാജ്യം 1869. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കേരളോൽപ്പത്തി. എന്താണ് കേരളോൽപ്പത്തി? അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. പിന്നെ വജ്രസൂചി, ഏതാണ്? വജ്രസൂചി. അപ്പോൾ ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മലയാള ഭാഷാ വ്യാകരണം 1859, കേരള പഴമ 1868, മലയാള രാജ്യം 1869, കേരളോൽപ്പത്തി, വജ്രസൂചി. പിന്നെ വരുന്നതാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആരാണ് പുറത്തിറക്കിയത്? അതും ഹെർമൻ ഗുട്ടർട്ട് തന്നെയാണ്. വർഷം പഠിച്ചു വെക്കണം, 1872. ഡിക്ഷണറി, അതായത് നിഘണ്ടു എപ്പോഴാണ്? വർഷം 1872 കേട്ടോ നിഘണ്ടു. അപ്പോൾ ഈ നിഘണ്ടു പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് മലയാളത്തിലെ ആദ്യ നിഘണ്ടു ആരാണ് പ്രസിദ്ധീകരിച്ചത്? മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു ആരാണ് പ്രസിദ്ധീകരിച്ചത്? അർണോസ് പാതിരി. ആരാണ്? അർണോസ് പാതിരി. പാതിരയ്ക്ക് ഇരുന്നിട്ട് നമ്മുടെ മലയാളത്തിലെ നിഘണ്ടു ഉണ്ടാക്കിയെന്നൊക്കെ ആലോചിച്ച് വയ്ക്കുക, പാതിരാത്രിക്ക് ഇരുന്നിട്ട്. ഇനി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആരുടെയാണ്? അത് തയ്യാറാക്കിയത് നമ്മുടെ ബെഞ്ചമിൻ ബെയ്ലിയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഇംഗ്ലീഷാണ് കേട്ടോ. ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരായിരിക്കും? ബെഞ്ചമിൻ ബെയ്ലി എന്ന് ആലോചിക്കാം. ഇനി മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ആണെങ്കിൽ അതാരാണ്? ഹെർമൻ ഗുട്ടർട്ട്, 1872. ഓക്കെ, പിന്നെ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആരാണ് തയ്യാറാക്കിയത്? അത് നമ്മുടെ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. അപ്പോൾ കൺഫ്യൂസിങ് ഫാക്റ്റാണ്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു അർണോസ് പാതിരി, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുട്ടർട്ട്, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഇനി നമ്മളുടെ ഗുണ്ടർട്ടിൻ്റെ പത്രങ്ങളുണ്ട്. പ്രധാനമായിട്ടും 2 പത്രമാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രാജ്യസമാചാരം, വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1847. അപ്പം ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം എന്നാ കിട്ടിയത്? 1947. അപ്പോൾ അതിനേക്കാളും ഏകദേശം ഒരു എത്ര വർഷം മുൻപാണ്? 100 വർഷങ്ങൾക്ക് മുൻപ് 1847 ആര്? ഹെർമൻ ഗുട്ടർട്ട് രാജ്യസമാചാരം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. ആ രാജ്യസമാചാരത്തിൻ്റെ കേരളത്തിലെ തന്നെ മലയാളത്തിലുള്ള ആദ്യത്തെ പത്രമാണ് ഏത്? രാജ്യസമാചാരം. അതിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആയിരുന്നു ആര്? ഹെർമൻ ഗുട്ടർട്ട്. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് ഈ ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ പശ്ചിമോദയം എന്ന് പറയുന്ന പത്രമുണ്ട്. അതും ആരെന്നെയാണ്? അതും 1847 തന്നെയാണ്. ആരാണ് പ്രസിദ്ധീകരിക്കുന്നത്? നമ്മുടെ ഹെർമൻ ഗുട്ടർട്ട് തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.